ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ്. നമ്മൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ മാർക്കറ്റിംഗ് അതെങ്ങനെ ബിസിനസ്സിൽ യൂസ് ചെയ്യാം. അടുത്ത നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒന്ന് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. കൊളാബറേഷൻ ബിറ്റ്വീൻ ബ്രാൻഡ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് ടു പ്രൊമോട്ട് പ്രൊഡക്ട്സ് ഓർ സർവീസ് ടു ദ ഇൻഫ്ലുവൻസേഴ്സ് ഓഡിയൻസ്. ഞാനൊരു ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ ഞാനും കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് വീഡിയോകളും മറ്റൊക്കെ ഷെയർ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് എന്റെ ഓഡിയൻസിലേക്ക് അതെത്തും. അങ്ങനെയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇൻഫ്ലുവൻസേഴ്സ് ബിൽഡ് ട്രസ്റ്റ് വിത്ത് ദെയർ ഫോളോവേഴ്സ്. ഇൻഫ്ലുവൻസേഴ്സിന് അവരുടെ ഫോളോവേഴ്സ് ആയിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കും. ലീഡിങ് ടു ഹൈ എൻഗേജ്മെന്റ്. അതെന്ത് ചെയ്യും, ഹൈ എൻഗേജ്മെന്റിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തും. മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് 10K to 100K ഫോളോവേഴ്സ് ആർ particularly effective due to niche audience targeting. Platform like Instagram, TikTok, YouTube dominate this space. Emerging ട്രെൻഡ്സ് എന്ന് പറയുന്നത് ലൈവ് ഷോപ്പിംഗ്. നമ്മൾ കണ്ടിട്ടുണ്ടോ, അങ്ങനെ കുറെ പ്രൊഡക്ട്സ് ഞാൻ ഇന്ന കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ്. അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലൈവ് വീഡിയോസ് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും. AI പവേർഡ് ഇൻഫ്ലുവൻസേഴ്സ്. വെർച്വൽ ഇൻഫ്ലുവൻസേഴ്സ് ആർ ബീങ് യൂസ്ഡ് ടാർഗറ്റഡ് ജെൻ സെഡ് ഓഡിയൻസ്. ജെൻ സെഡ് ഓഡിയൻസിന്റെ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി വെർച്വൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പെർഫോമൻസ് ബേസ്ഡ് പാർട്ണർഷിപ്പ്. ബ്രാൻഡ് ഫോക്കസ് മോർ ഓൺ ROI ആൻഡ് മെഷറബിൾ റിസൾട്ട്. പെർഫോമൻസ് ബേസ്ഡ് പാർട്ണർഷിപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് ആ ബ്രാൻഡ് കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ലഭിക്കും. അത് മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ്. ഒമ്നി ചാനൽ മാർക്കറ്റിംഗ്. ഒമ്നി ചാനൽ മാർക്കറ്റിംഗ് സീംലെസ് ആൻഡ് കൺസ്റ്റന്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് അക്രോസ് ഓൾ ചാനൽ. കുറെ ചാനലുകൾ കൂടി ചേർന്നുകൊണ്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒമ്നി ചാനൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ വെബ്സൈറ്റ് ഉണ്ടാവും, സോഷ്യൽ മീഡിയ ഉണ്ടാവും, ഫിസിക്കൽ സ്റ്റോർസ് ഉണ്ടാവും, ആപ്സ് ഉണ്ടാവും, ഇമെയിൽസ് ഒക്കെ ഉണ്ടാവും. വൈ ഇസ് ട്രെൻഡിങ്? കസ്റ്റമേഴ്സ് എക്സ്പെക്ട് എ കണക്റ്റഡ് എക്സ്പീരിയൻസ്. ഇന്ററാക്ഷൻ ഓൺ വൺ പ്ലാറ്റ്ഫോം ഷുഡ് റിഫ്ലക്ട് ഓൺ അതേഴ്സ്. ഒരു പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യും, മറ്റുള്ള ഇതിലും എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്യും. കസ്റ്റമറിന് എന്ത് ചെയ്യും, കണക്റ്റഡ് എക്സ്പീരിയൻസ് ആണ്. കമ്പൈൻ ഫിസിക്കൽ ആൻഡ് ഡീറ്റെയിൽ പ്രസൻസ്. കമ്പൈൻ ഫിസിക്കൽ ആൻഡ് ഡീറ്റെയിൽ പ്രസൻസ് ഇതിൽ അവൈലബിൾ ആണ്. ക്ലിക്ക് ആൻഡ് കളക്ട് ഷോപ്പിംഗ് മോഡൽസ്. ഇനി എമർജിംഗ് ട്രെൻഡ്സ്. ഇന്റഗ്രേഷൻ ഓഫ് AI ടൂൾസ് ഫോർ പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ്. പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസിന് AI ടൂളുകൾ എന്ത് ചെയ്യും, ഇന്റഗ്രേറ്റ് ചെയ്യും. ക്രോസ് ഡിവൈസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർ യൂണിഫൈഡ് മെസ്സേജിംഗ്. യൂണിഫൈഡ് ആയിട്ട് എല്ലാവരിലേക്ക് എത്തുന്നതിന് ഉള്ള മെസ്സേജിങ്ങിന് ക്രോസ് ഡിവൈസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ഓഫ് ഡാറ്റ അനാലിസിസ് ട്രാക്ക് കസ്റ്റമർ ജേർണി അക്രോസ് ചാനൽ. കസ്റ്റമറുടെ ജേർണി എത്ര കസ്റ്റമർ ഇതിൽ നോക്കുന്നുണ്ട്, അതിന്റെ ട്രാക്ക് എടുക്കാൻ ഡാറ്റ അനാലിസിസ് പോലുള്ള മെത്തേഡുകൾ യൂസ്. അതർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് AI ആൻഡ് മെഷീൻ ലേണിംഗ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് വീഡിയോ മാർക്കറ്റിംഗ്. ChatGPT പോലുള്ള ജാസ്പർ പോലുള്ളതാണ് AI ആൻഡ് മെഷീൻ ലേണിംഗ്. വീഡിയോ മാർക്കറ്റിംഗ് നമുക്കറിയാം, ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം റീൽസ്. വോയിസ് സെർച്ച് ഒപ്റ്റിമൈസേഷൻ. ഓക്കെ, അലക്സ പോലുള്ള ഗൂഗിൾ അസിസ്റ്റന്റ് പോലുള്ള കാര്യങ്ങൾ. പ്രൈവസി ഫസ്റ്റ് മാർക്കറ്റിംഗ്. സ്ട്രിക്റ്റർ ഡാറ്റ പ്രൈവസി, GDPR, CCPA പോലുള്ള ടൂളുകൾ. സസ്റ്റൈനബിലിറ്റി മാർക്കറ്റിംഗ്. ബ്രാൻഡ് പ്രൊമോട്ടിംഗ് എക്കോ ഫ്രണ്ട്ലി ഇനീഷ്യേറ്റീവ്. റീസണേറ്റ് വിത്ത് കോൺഷ്യസ് കൺസ്യൂമേഴ്സ്. എക്കോ ഫ്രണ്ട്ലി ഇനീഷ്യേറ്റീവ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഇതിലുള്ള പ്രധാനപ്പെട്ട ജോലികൾ SEO സ്പെഷ്യലിസ്റ്റ്, സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ സ്പെഷ്യലിസ്റ്റ്, സോഷ്യൽ മീഡിയ മാനേജർ. ഇത് നമുക്ക് അറിയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ഒരാൾക്ക് ഈ മേഖലയിലൊക്കെ ജോലി ചെയ്യാൻ കഴിയും. കണ്ടന്റ് മാർക്കറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. PPC സ്പെഷ്യലിസ്റ്റ്, മാനേജ് പെയ്ഡ് ക്യാമ്പയിൻ ഓൺ പ്ലാറ്റ്ഫോം ലൈക്ക് ഗൂഗിൾ ആഡ്സ് ആൻഡ് ഫേസ്ബുക്ക് ആഡ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ, ഇമെയിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മാനേജർ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് മാനേജർ, UX ഡിസൈനർ. നമ്മൾ കണ്ടിട്ടുണ്ടാവും UX, യൂസർ ഇന്റർഫേസ്, യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുക UI UX. നമ്മൾ ഇതിൽ ഒരു ആപ്പ് തുറക്കുമ്പോൾ യൂസറിന് എങ്ങനെയാണോ എക്സ്പീരിയൻസ് ആ രീതിയിലുള്ള അതിന്റെ ഡിസൈൻ ചെയ്യാം. അതിനാണ് UX ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.